ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിന് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്സുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്സുകൾ ഹയസ്റ്റ് ഓയ് കോൾ സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്താണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഹയസ്റ്റ് ഓയ പുട്ട് സ്ട്രൈക്ക് ലെവൽസിന് തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഹീറോ മോട്ടോർ കോർപ്പാണ് ഏറ്റവും അടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. ഈ ഡിഫറൻസ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസും ആ സ്ട്രൈക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് പെർസെൻറ്റേജിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0.2 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഹീറോ മോട്ടോർ കോർപ്പ് ക്ലോസ് ചെയ്ത് 4301 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് സ്ട്രൈക്ക് എന്ന് പറയുന്നത് 4300 അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ ഒരു സ്റ്റോക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്, ഹീറോ മോട്ടോർ കോർപ്പ്. അപ്പോൾ നമ്മൾ മുമ്പ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് മാനുവലായിട്ടാണ് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ടൂൾസിൻ്റെ സഹായത്തോടുകൂടി നല്ല രീതിയിൽ ആ ലെവൽസ് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ചാർട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മൾ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ, അതൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ, അതായത് 9:15 മുതൽ ക്ലോസിങ് ചെയ്തിട്ടുള്ള 15:25 വരെയുള്ള ക്യാൻഡിൽസ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ലെവൽസ് കാണാൻ സാധിക്കും, ബാർസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു റെഡ് ലൈൻ പോയെന്ന് കാണാൻ സാധിക്കും. ഈ റെഡ് ലൈൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചുള്ള ബ്ലോക്ക് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെയാണ് ആ ഒരു ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ബ്ലോക്ക് വളരെ നാരോ ആണ്, ചെറുതാണ്. നമുക്കത് ഇത്തിരി കൂടി എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിന് തൊട്ട് മുകളിലും താഴെയുള്ള ബ്ലോക്കും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത്, അതിന് മുകളിലത്തെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈയിലേക്ക് പോകാം. അതേപോലെ തന്നെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ നമ്മൾ താഴത്തെ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ലിലേക്ക് പോകാം. അതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ക്യാൻഡിൽ തന്നെ നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സെൽ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെല് ചെയ്യാം. ഇപ്പോൾ ക്യാൻഡിൽസ് വലിയൊരു ക്യാൻഡിൽസാണ് ക്ലോസ് ചെയ്യുന്നത് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു റീട്രേസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് സെല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടുന്ന് സെല്ലാണ് വന്നിരിക്കുന്നത്. ഇനി അവിടെ നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ്, അല്ലെങ്കിൽ ഈ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് നമുക്ക് 1:1 1:2 ആയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പകുതി നമ്മൾ ക്വിറ്റിലാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ പകുതി ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് 1:1 വയ്ക്കാം. പിന്നെ ബാക്കി പകുതി നമുക്ക് ട്രെയിൽ ചെയ്ത് പോകാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് വന്നു. നമുക്കാണെങ്കിൽ ഇവിടെയും സെല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചില സമയത്ത് വലിയൊരു ക്യാൻഡിൽസൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ റീടെസ്റ്റിന് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെയിം സ്ട്രാറ്റജി തന്നെ നമുക്ക് ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഹീറോ മോട്ടോർ കോർപ്പ് 4300 പുട്ട് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 4300 പുട്ട് സ്ട്രൈക്കിൻ്റെ ചാർട്ടാണ്. ഇനി അതിന് മുമ്പത്തെ ദിവസത്തെ 9:15 മുതൽ ക്ലോസിങ് വരെ ലെവൽസ് ഈ ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് തന്നെ മാർക്ക് ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈ വോളിയം കഴിഞ്ഞ തവണ നടന്ന ആ ഒരു ലൈൻ കാണാൻ സാധിക്കും. അതിന് തൊട്ട് മുകളിലുള്ള 2 ബ്ലോക്സുകളും ചേർത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ക്യാൻഡിൽ നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്യാണ്ട് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. രണ്ടാമത്തെ ക്യാൻഡിൽ നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തു മുകളിൽ ക്ലോസ് ചെയ്തു. ഉണ്ടോ, നമുക്കിവിടെ നിന്ന് ബൈ ആണ്. അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 53% അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്ര വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്കൊരു 10% മുകളിൽ വരുമ്പോൾ നമുക്കൊന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം തന്നെ മാനുവലായിട്ട് 4300 ലെവൽസ് മാർക്ക് ചെയ്യും. അതിന് തൊട്ടടുത്തുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും. കാരണം അതിനുശേഷം നിയറസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ചാർട്ടൊക്കെ മാർക്ക് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ആ ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. ജസ്റ്റ് ആ ഒരു ലെവൽസിന് ആ ഒരു
ഏറ്റവും കൂടുതൽ വോളി നടന്ന ഏരിയയ്ക്ക് തൊട്ട് മുകളിലുള്ള 2 ബാർസും കൂടി നമ്മൾ ചേർത്ത് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് താഴെ വരുമ്പോൾ നമുക്ക് ബെയറിഷ്, മുകളിൽ പോകുമ്പോൾ ബുള്ളിഷ്, ആ ഒരു ട്രെൻഡ് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി എല്ലാ സ്റ്റോക്സുകളുടെയും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് nicholasneela.com പോവാം. ഇവിടെ നമുക്ക് പൊസിഷനിൽ CNP ഹയസ്റ്റ് ആയി കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണം ഈ ഒരു സ്കാനർ ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് രജിസ്റ്റർ എടുത്താൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ സ്കാനർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും ഇവിടെ കിട്ടുന്നതാണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ എപ്പോഴും സ്ട്രോങ് റെസിസ്റ്റൻസും അതുപോലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടും ആയിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്കാനറിൽ തൊട്ടടുത്ത്, അതായത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിന് തൊട്ടടുത്ത് ട്രേഡ് എടുക്കുന്ന സ്റ്റോക്സുകൾ നമുക്കവിടെ ലൈവ് മാർക്കറ്റിൽ സ്കാൻ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിക്സ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.